കടമകൾ, പള്ളിയോട് കാണിക്കേണ്ട അദബുകൾ, പള്ളിയിൽ ഒരു മുഅ്മിനായ മനുഷ്യന് ബന്ധപ്പെടുമ്പോൾ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ അവൻ അതിനോട് കാണിക്കേണ്ട കടമകൾ ആണ് അടുത്ത വരികളിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത്. 15 കടമകൾ നിർവഹിക്കാനുണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് മുഅ്മിനായ മനുഷ്യനെ. എത്ര? അപ്പോൾ അതാണ് അടുത്ത വരികൾ പറയുന്നത്. ഇതെന്താണ് ചരണമാല എന്ന് പറഞ്ഞാൽ? മുത്തുകളല്ലേ, രത്നങ്ങളല്ലേ? ഇതാരെങ്കിലും നോക്കാനുണ്ടോ, പാടാനുണ്ടോ, എഴുതാൻ നോക്കാനും പഠിക്കാനുണ്ടോ? അങ്ങനെ ഒന്നും വെളിപ്പാക്കും അങ്ങനത്തെ ഒരു ആവശ്യങ്ങളോ ശ്രദ്ധയോ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയ നാട്ടുകാരിപ്പോൾ അത് ശ്രദ്ധിക്കും. നോക്കാം. നൽ അടിമക്ക് വേണ്ടി ഉറച്ച് ഖാസടുപ്പായ വീട്, നൽ അമൽ എണ്ണിയ ഒരു കാര്യം അരുതായ വീട്. എവിടെയാ വീടതിൽ ആരും ചെന്നുടയോനിൽ തൻ അടിമക്ക് നിന്നാൽ വിലങ്ങിന് വാക്ക് ഭേദം അതെങ്കിലും മുഷർത്താട വേണ്ട. അപ്പൊ 4 വരി പാടിപ്പോയിട്ട് 4 വരിയുടെ ചെറിയൊരു വ്യാഖ്യാനം നമുക്കിവിടെ പറയാം. നൽ അടിമക്ക് വേണ്ടി ഉറച്ച കസടുപ്പായ വീട്. ഏതാണ് ആ വീട്? അത് പള്ളിയാണ്. മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ, മുഅ്മിനായ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആൾ മുഅ്മിനല്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഏത് പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ആ വീട്, ആ വീട്ടിൽ നൽ അമലി എന്നിയെ ഒരു കാര്യം അരുതായ വീട്. അതിൽ നന്മയില്ലാത്ത ഒരു കാര്യവും അനുവദിക്കാത്ത വീടാണ്. നല്ലതല്ലാത്ത ഒന്നും അവിടെ പാടില്ല, ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. നന്മക്കെതിരായിട്ട് എന്തുണ്ടോ അതവിടെ പാടില്ല. എവിടെ പാടില്ല? പള്ളിയിൽ പാടില്ല. അടുത്തത് വീടതില്ലാരും ചെന്നുടയോനിൽ തൻ അടിമക്ക് നിന്നാൽ വിലങ്ങിനെ വാക്ക് ഭേദം അതെങ്കിലും ഉഷർത്താട വേണ്ട. മനസ്സിലായ? അതായത് അതിൽ ആരെങ്കിലും ചെന്ന് ഉടയോനിൽ തൻ അടിമക്ക് നിന്നാൽ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്നാണ്. പള്ളിയിൽ കയറിയ ഒരാൾ അള്ളാഹുവിലേക്ക് മുന്നിട്ട്, ഖിബ്ലക്ക് മുന്നിട്ട് അള്ളാഹുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, നിസ്കരിച്ച് കൊണ്ടിരുന്നാൽ വിലങ്ങിനെ വാക്ക് ഭേദം അതെങ്കിലും മുഷർത്താട വേണ്ട. അത് പിന്നെ ആ നിസ്കരിക്കുന്നവന്റെ അരികത്ത് വെച്ച് പരിസരത്ത് വെച്ചിട്ട് മറ്റ് ആളുകൾ സംസാരിക്കാൻ പാടില്ല, ശബ്ദമൊന്നും ഉയർത്താൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. കേട്ടാ? ഭേദം അതെങ്കിലും ഉഷർത്താട വേണ്ട. ഖുർആനാണെങ്കിലും അവിടെ വെച്ച് ഓതാൻ പാടില്ല. കേട്ടാ? ഖുർആനാണെങ്കിലും നിസ്കരിക്കുന്നവന്റെ അരികത്ത് വെച്ചിട്ട് ഖുർആൻ പോലും ഓതാൻ പാടില്ല. കാരണം അവൻ മേറാജിലേക്ക് പോവുകയാണ്. കേട്ടാ? അവൻ മേറാജിലാണ്, അള്ളാഹുമായിട്ടുള്ളതായ അഭിമുഖത്തിലാണ്, കാര്യപ്പെട്ട വിഷയത്തിലാണ്. അടിമയും ഉടമയും തമ്മിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ പരിസരത്തിൽ വെച്ചിട്ട് ഖുർആൻ പോലും ഈ വേദഗ്രന്ഥം പോലും ഓതാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്നവരുടെ അരികത്ത് വെച്ചിട്ട് ബാധ പറഞ്ഞാലുള്ള അവസ്ഥയുണ്ട്. ഈ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഉള്ള സുന്നത്തില്ല, അത് ചേർത്ത് നമസ്കരിക്കണമെന്നുണ്ട്. അപ്പൊ ചില പള്ളികളിലെല്ലാം യാസീൻ ഉണ്ടാകും. അപ്പൊ സലാം പെട്ടി ദുആ കഴിഞ്ഞ ഉടനെ തന്നെ
യാസീൻ എടുത്തു. അപ്പൊ അവിടെ സുന്നത്ത് നിസ്കാരം അതിൽ നമ്മൾക്ക് യോജിപ്പില്ല. അത് ആലിമീങ്ങൾ ചെയ്താലും മൗലിയാർ ചെയ്താലും ആര് ചെയ്താലും അത് യോജിക്കാത്ത കാര്യം. കാരണം സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത് മഗ്‌രിബിന്റെ സുന്നത്ത് നിസ്കാരം സലാം വീട്ടി ദുആ കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് ചെയ്യേണ്ടതാണ്. ഏത് മഗ്‌രിബിന്റെ. കാരണം ആ സമയത്ത് അമലുകൾ ഉയർത്തപ്പെടുന്ന സമയമാണ്. അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വഇദ്ബാറന ഹാരിക വഅസ്വാതു ദുആയിക. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നതും മലായികത്ത് ആ സന്ദർഭത്തിൽ ഈ നിസ്കാരം കൊണ്ടുപോകുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഫർളായ നിസ്കാരത്തിനോട് ചേർത്ത് കൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് നിസ്കരിക്കേണ്ടതാണ്. ഏത് മഗ്‌രിബിന്റെ സുന്നത്ത്. യാസീനൊന്നായിരിക്കുക അവിടെ മൊയ്യാർ ആൾക്കാരും കൂടി ഇരിക്കുകയാണ്. ശരിയല്ല. പിന്നെ നിസ്കാരത്തിന് ശേഷം അവിടെ പറയുമ്പോൾ ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു, ഇതൊന്നുമില്ല. അല്ലാഹു അക്ബർ 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ഒക്കെ അല്ലേ. അതൊന്നും ഇല്ലാതെ ഇതിങ്ങനെ യാസീൻ ഓതി ഇങ്ങനെ സമയം ആ രൂപത്തിലാണ് ശരിക്കും യോജിപ്പില്ല. അതുകൊണ്ട് നമ്മളുടെ പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾ എടുക്കുന്ന പണിയൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇതാണ് നിസ്കരിക്കുന്നതിന് മുമ്പിൽ വെച്ചിട്ട് അരികത്ത് വെച്ചിട്ട് ഖുർആൻ പോലും ഓതാൻ പാടില്ലെന്ന് പറയുമ്പോൾ അതിന് ഗൗരവം എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കണം കേട്ടോ. അല്ലേ? കണ്ടവരെ നജസതിൽ നിനക്കു ജുബാകും വേഗം നീക്കിയെടുത്തു ത്വാഹിറിൽ ആക്കുവാൻ ഉലമാക്കൾ ചൊന്നാർ. പള്ളിയിൽ നജീസ് കണ്ടാൽ, നജസ് മ്ലേച്ഛത കണ്ട ആൾക്ക് ഉജൂബാണ് അതെടുത്ത് നീക്കം ചെയ്യണം. കണ്ടാൽ ചെയ്തോളണം. 30 കിലോ ശമ്പളം കൊടുക്കും. അങ്ങനത്തെ പരിപാടി എന്ന് പറയണ്ട. അത് കണ്ടു അങ്ങോട്ട് നീക്കും കേട്ടോ. കണ്ടവന് കടമയാണ്. നീക്കിയെടുത്തു ത്വാഹിറിൽ ആക്കുവാൻ ഉലമാക്കൾ ചൊന്നാർ. അതെങ്ങനെയാണ് പണ്ഡിതന്മാരുടെ വിധി കേട്ടോ. മക്കമ്മതിൽ ഉദിച്ച നബി തുതിച്ച ഹദീസുരത്താർ മന്നവൻ തന്റെ വീട് ഹുറുമത്തിൽ ആക്കണം 10 മഞ്ചാൽ. 10 മഞ്ചാൽ എന്ന് പറഞ്ഞാൽ 15 കാര്യം. 15 കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ വീട് അഡ്ഡായിക്കണം, അതിനെ ഇമാറത്ത് ചെയ്യണം, അതിനെ പരിപാലിക്കണം. അങ്ങനെ 15 കാര്യങ്ങളുണ്ട് കേട്ടോ. കടന്ന കദംബലം അത് കേട്ടാ. കടന്ന കദംബലം അത് വെച്ച് കൂറണം നൽസലം കണ്ടവനെ കരുതി തഴിയ താക്കിനലണ്ട് ചെയ്വാൻ. എണ്ണിക്കോളെ. ആദ്യമായി അവൻ വേണ്ടത് കടന്ന കദം ബലം അത് വെച്ച് കൂറണം നൽസല. വലത് കാൽ വെച്ച് അവൻ കടന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മാൻ സലാം, ആ സലാം പറയണം. വന്ന് കേട്ടാ. വലതുകാൽ കാലം കൂട്ടിട്ടുണ്ട്. ആ കണ്ടവനെ പിന്നെ കടന്നുടനെ കരുത് തഴിയ താക്കിനലണ്ട് ചെയ്വാൻ. വേണ്ട, മനസ്സിലുള്ളപ്പത്തിന് കരുതിക്കോ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലെ തഹിയ്യത്ത് നിസ്കാരം കരുതുന്നു ബിയിലേക്ക് അങ്ങനെ കരുതിയിട്ട് കയറി നിസ്കരിക്കണം. അത് പള്ളിയോടുള്ള ഹുക്കും, എന്താ പറയാ, പള്ളിയോടുള്ള ഇതായ ഹക്കാണ് കേട്ടോ. പള്ളിക്ക് കൊടുക്കുന്ന ഹക്കാണ്. കാണിക്ക സമർപ്പണം. രാജാവിൻ്റെ മുന്നിൽ വീട്ടിൽ ചെന്നാൽ, രാജദർബാർ ചെന്നാൽ, കൊട്ടാരയ്ക്ക് പ്രവേശിച്ചാൽ ആദ്യമായി എന്തെങ്കിലും ഒരു വലിയ ഉപഹാരം സമർപ്പിക്കൽ ലോകചരിത്രത്തിൽ എവിടെയും പതിവാണ് അല്ലേ. എന്നതുപോലെ അള്ളാഹുവിൻ്റെ വീടാകുന്ന ബൈത്തുള്ളയാവുന്ന പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ രാജാവിൻ്റെ മുമ്പിൽ ഒരു കാണിക്ക സമർപ്പണം ആ സ്ഥാനത്ത് നിൽക്കുന്നു. എന്ത്? തഹിയ്യത്ത് നിസ്കാരം കേട്ടോ. അതിപ്പോൾ അറിഞ്ഞു ചെയ്തോളൂ. പിന്നെ അടുത്തത് ബിലക്ക് ചരക്ക് ബിൽക്കലും കൊള്ളലും അതിൽ ചെയ്യ വേണ്ട. വലിച്ചുറയിട്ട് മൂർച്ചയിൽ വാൾ കരത്തിലും ഏന്ത വേണ്ട. ബിലക്ക് ചരക്ക് ബിൽക്കലും കൊള്ളലും അതിൽ ചെയ്യ വേണ്ട. കച്ചവടം പറ്റാത്ത സ്ഥലമാണ് പള്ളി. പള്ളി എന്ന് പറയുന്നത്
കച്ചവടം ചെയ്യാനുള്ള വേദിയല്ല. അതുകൊണ്ട് വിൽക്കാനോ വാങ്ങാനോ കൊള്ളാനോ ഒന്നും പള്ളിയിൽ പാടില്ലാത്തതാകുന്നു. ആ വലിച്ചുറയിട്ട് മൂർച്ചയിൽ ബാൾ കരത്തിലും ഏന്ത വേണ്ട മൂർച്ചയുള്ള ആയുധമായ വല്ല ആയുധങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറി വരാൻ പാടുള്ളതല്ല. അത് വാളാകട്ടെ, വീച്ചക്കത്തിയാകട്ടെ, കുന്നിക്കത്തിയാകട്ടെ, കോക്കത്തിയാകട്ടെ, കുന്തമാകട്ടെ, എന്താകട്ടെ, അതുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല. പള്ളിയിലേക്ക് വരാൻ പാടില്ല. എടാ എടാ ഇനി കൈ അത് വിട്ട് വീണ മുതൽ തിരഞ്ഞ് നീ തേട വേണ്ട. കരുത്തുടയോന വിട്ട് ദിക്കറ് കയർത്തു ശർത്താട വേണ്ട. കൈ അതിൽ വിട്ട് വീണ മുതൽ തിരഞ്ഞ് നീ തേട വേണ്ട. ഒരു സാധനം കയ്യിൽ നിന്ന് വീണുപോയി, ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി. ഒരേ തരത്തിലല്ല, പള്ളി ഒരു വിഷയ സാധനം വെച്ച് മറന്നുപോയല്ലോ. എന്നാൽ അത് ഇത് അല്ലെങ്കിൽ പേസ് അല്ലെങ്കിൽ വാച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മറന്നു പോകും. ആ പള്ളിയിൽ വന്നിട്ട് ആ സാധനം ഇവിടെ അങ്ങനെ തിരയാൻ പാടില്ല. കേപ്പാനും തിരഞ്ഞു പിന്നെ കയ്യാതെ വിട്ട് വീണ മുതൽ തിരഞ്ഞ് നീ തേട വേണ്ട. അപ്പൊ അങ്ങനെ ആരെങ്കിലും തങ്ങളുടെ അള്ളാഹു റസൂലിന്റെ കാലത്തെ സംഭവം എന്താണ്? തങ്ങളുടെ സഹാബികളും ഇങ്ങനെ പള്ളിയിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അന്നാഒരു സാധനം കണ്ടില്ലല്ലോ, അതുപോലെ ഇങ്ങനെ ആൾക്കാരെ കൂടെയും കേട്ടില്ലാണ് തങ്ങളെ പക്കലേക്ക് വരാം. ആ തങ്ങൾ ചൊല്ലി നിന്റെ ആ സാധനം നിനക്ക് കിട്ടായിപ്പോട്ടെ, കിട്ടായിപ്പോട്ടും. പള്ളി കരുത്തുടയോന വിട്ടിരിക്കു കയർത്തു ശർത്താട വേണ്ട. അള്ളാഹുവിനെ അല്ലാത്തത് ഏറെ എന്തെങ്കിലും വിഷയ വർത്തമാനങ്ങളോ ദിക്റോ കാര്യങ്ങളാണ്, അതൊന്നും നിങ്ങൾ ചെയ്യാൻ പോകണ്ട. പരിശുദ്ധമായ പള്ളിയിൽ കേട്ടോ ഹൈറാതില്ല എന്നിവര കൊണ്ടൊരുക്കലും മോദ വേണ്ട. കടന്നുടയോനെ കടൻ ഇടനെ പിരിച്ച് കഥം പിരടിയിൽ ഏറ്റ വേണ്ട. ഹൈറില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ പള്ളിയുമായി ബന്ധപ്പെടുത്തരുത്, പള്ളി എന്ന് പറയരുത്. എടാ പിന്നെ കടന്നുടനെ പിരിച്ച കഥം പിരടിയിൽ ഏറ്റ വേണ്ട. പള്ളിയിൽ നിറയെ ആളുകൾ ചിലപ്പോഴുണ്ടാകും, അവരുടെ പിരടിയിൽ അവരെ ചവിട്ടി മറിഞ്ഞിട്ട് ഇങ്ങനെ വരരുത്. അങ്ങനെ പള്ളിയിൽ എത്തിയാൽ അങ്ങനെ ചെയ്യരുത്. തൻ ഇണജാതി തിന്നതലം അതിൽ പിണക്കാക്ക വേണ്ട. തിടുങ്ങിന സ്വഫിടക്ക് കടന്ന് ഇണക്കിടുക്കാക്ക വേണ്ട. അല്ല തന്നെ സ്വന്തം കാണുന്നത് തന്നെ മുസ്ലിം തന്നെയാണ് അർത്ഥമുള്ളൂ. ശരിയാ, അങ്ങനെ ഇങ്ങനെ നാളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് അതിനെപ്പറ്റി വിഷയം പറയാൻ തിരക്കിക്കരുത്. ലച്ചാളച്ചു പോവും, പിന്നെ ഓനെടുപ്പാൻ പൊടി അവിടെ ലച്ചോനെടു എടുക്കരുത് കേട്ടോ. തീടുങ്ങി സൊഫ് ഇടക്ക് കിടന്ന സൊഫ് അതിനെ അടയാളെ നിരിക്കിച്ച് കിടന്ന് ഇങ്ങനെ അങ്ങനെ ആ പരിപാടിയൊന്നും പറ്റാം. നല്ലാടിമക്ക് നിന്നവർ മുന്നിലെ നടന്നാട വേണ്ട. തനഫ് വിടക്ക് തുപ്പി മുതൽ അല്ല തനക്ക് വിടക്ക് തുപ്പി മതിൽ നിലത്തിലും ചേർക്ക വേണ്ട. അള്ളാഹു നിസ്കരിക്കുന്ന ആളില്ല, നിസ്കരിക്കുന്ന ആളെ മുന്നിൽ കൂടി നീ നടക്കാൻ പോകണ്ട, നടക്കരുത്. നിസ്കരിക്കുന്ന ആളെ മുന്നിൽ കൂടി പാസ് ചെയ്യരുത്. അതുപോലെ തുപ്പ് നീര് തുപ്പർ എന്ന് നമ്മൾ പറയുന്നത്, അതൊന്നും പള്ളിയിലാക്കരുത്. മതിലിലോ അല്ലെങ്കിൽ ഇങ്ങനെ കവർത്തേറ്റിയിരിക്കുന്ന ഇതിൻ്റെ കൗപ്പലക അവിടേക്ക് നിന്നും വലിയ വാറ മൂക്കൽ ശരപ്പിച്ച് മൂക്കലും വീഞ്ഞ് പിടിച്ചിട്ട് വേനാക്കൈ തുടേക്കുണ്ടാകും. ഈന കൗപ്പലകയെ തലയ്ക്ക് കൊണ്ടുപോയി കാണിങ്ങനെ കയ്യും കൊണ്ടാക്കേണ്ടത് പാടില്ല. ആ നൽ അടിമക്ക് നിന്നവർ മുന്നിലെ നടന്നാട വേണ്ട. അതിനർത്ഥം നടപ്പാൻ പോകരുത്.
തനഫ് വിടക്ക് തുപ്പി മതിൽ നിലത്തിലും ചേർക്ക വേണ്ടി നിലത്താകട്ടെ മതിലാകട്ടെ പള്ളിയിൽ ഈ മ്ലേച്ഛമായ വസ്തുക്കളൊന്നും പാടില്ല, ചേർക്കരുത്. വിടക്ക് നജീസ് പിള്ളരെയും പിരാന്തര കാത്ത് കൊൾവീ. നജസ് എന്താണ്? നജസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നന്മ എന്താ? ചീത്ത. എന്നിട്ട് പകതിരിവില്ലാത്ത കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് അടുപ്പിക്കരുത്, കൊണ്ടുവരരുത്. കേട്ടാ, പള്ളിയിൽ മൂത്രമൊക്കില്ല അവർ ഇതുവരെ നോക്കാം. അതിനെപ്പറ്റി അത്തരം കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് എത്തിക്കരുത്. നിങ്ങൾ പിള്ളേരെയും പിരാന്തര അല്ലാതെ പിരാന്തന്മാരുടെ അവിടെയും പള്ളിക്കെത്തില്ല, പള്ളിക്ക് അവളെ എത്തിക്കരുത്. കേട്ടാ, പിരാന്തന്മാർ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ, അവർക്ക് പള്ളിയിലേക്ക് അവരെ നിങ്ങൾ എത്തിക്കരുത്. കരുത്തുടയോന തന്നെ നനച്ച് നൽകിറാക പാടി. കരുത്തുടയോ എന്ന് പറഞ്ഞാൽ അവനെ നനച്ച് എന്ന് പറഞ്ഞാൽ അവനെ കൽബിൽ ഇരുത്തി, അവനെ കൽബിൽ അറിഞ്ഞ് മനസ്സുകൊണ്ട് അവന് ഓർത്തുകൊണ്ട് നൽ ദിക്റാക പാടി പരിശുദ്ധമായ ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലിക്കൊണ്ട് കടന്നമർന്നിട്ടിരിക്കണമേ പറഞ്ഞ മുളി ഒടുങ്ങി. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ സ്വലാത്തും തസ്ബീഹും പഠിച്ചുകൊണ്ട് നീ വളരെ അതോടുകൂടി അമർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ വിലയാലിതനായ പള്ളിയിൽ ഇരിക്കണം. പറഞ്ഞ മുളി ഒടുങ്ങി. ഇത് 15 കാര്യം പറഞ്ഞു പോയാണ്. നീ എണ്ണിയ പള്ളിയിലിരുന്ന് നാട്ടിയുടെ വാക്ക് കൂത്തുശരം പറഞ്ഞാൽ പരമമൽ 40 നാൾ ചെയ്തത് ബാത്തിലാകും. എടാ, നാട്ടിയുടെ വാക്ക്, നാട്ടുവിഷയം പള്ളിയിൽ വെച്ച് പറഞ്ഞാൽ കൂറ്റുശരം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ അവൻ അടുത്ത അമലുകളൊക്കെയും ധൂളികളായി പാറിപ്പോകും, ഒരു വരവും കിട്ടില്ല. എടാ, ഇരുന്നിടവും നടപ്പിടവും പടപ്പിട കൂട്ടമെല്ലാം ഇരട്ടയും മൂവരും ചിലറൊത്ത ഇരുന്ന തലം അതെല്ലാം. ഇരുന്നിടവും നടപ്പിടവും പടപ്പിട കൂട്ടമെല്ലാം. എവിടെ നോക്കിയാൽ എന്ത് ഇരുന്നിടമാകട്ടെ നടക്കുന്ന സ്ഥലമാകട്ടെ അവിടെ എവിടെയാകട്ടെ എപ്പോഴും കൂട്ടം കൂടി ഇങ്ങനെ നടക്കണ്ടേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇരട്ടയും മൂവരും ചിലറൊത്ത ഇരുന്ന തലം. ചില 2 ആളുകൾ, ചില 3 ആൾക്കാർ, ചില 4 ആളുകൾ അങ്ങേ പോട്ടെ ഇങ്ങനെ പോട്ടെ. എവിടെ വെച്ചിട്ട് ലച്ചോട്ട് പറയണ്ട എന്നെ കടുപ്പ് പറഞ്ഞയർത്ത് കയർത്ത് നാവ് നിലക്കില്ലാതെ ഖാലികെ നീ പടച്ചടിയാര അയവുകൾ ഒക്കെ നോക്കി. ഇതാണ് ഈ പണിയാണ് എടുക്കേണ്ടത്. ഇക്കണ്ട നേരത്തെ പറഞ്ഞ കൂട്ടായി കാട്ടായി അങ്ങ് 3 4 ജോഡികൾ അങ്ങ് മനുഷ്യന്മാർ അവ ചെയ്യുന്ന പണി തന്നെ കടുപ്പ് പറഞ്ഞയർത്ത് കയർത്ത് നാവ് നിലക്കില്ലാതെ ഖാലികെ നിൻ പടച്ചടിയാര അയവുകൾ ഒക്കെ നോക്കി. ആളുകളെ കുറ്റം കുറെ പറയേണ്ടതാണ് പണി. ഇവരെ പണി എന്താണ്? ജനങ്ങളെ കുറ്റവും കുറവും എണ്ണി എണ്ണി പറയുക എന്നതാണ്. പറഞ്ഞുറച്ച പുറത്തെറിഞ്ഞാക താന്തനക്കുള്ള അയവുകൾ കാണുന്നില്ല. ഓരോരുത്തരുടെയും മറ്റുള്ള അന്യരുടെ അയവുകളൊക്കെ ഇങ്ങെടുത്ത് ശരിയായ നിലക്കനെ ഓപ്പറേഷൻ ചെയ്ത് പരസ്യപ്പെടുത്തി വെളിവാക്കി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പുറത്തെടുത്തിടുമെന്നാണ് പറയേണ്ടത്. പിന്നെയോ പുറത്തെറിഞ്ഞ് ആകെ താന്തനക്കുള്ള അയവുകൾ കാണുന്നില്ല. പറയേണ്ടവന അയവ് എന്താണെന്ന് ഓൻ കാണുവേ. താൻ തന്നെ അഭിഷേകില്ല, തന്നെ പറ്റിയില്ല പറയും. എടാ, പറഞ്ഞുറച്ചാക താമ്പിടക്കെന്ന് ഒരു തെറി കാണുന്നില്ല. ഞാൻ ചേട്ടൊക്കെ എന്താ ചൊല്ലുക? ഞാൻ ഉഷാറുണ്ടെന്ന് തന്നെ, ഞാൻ തിരക്കടില്ല.